ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ച് ചൊറകൾ കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നില്ല, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നില്ല. ഞാൻ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഡിലീറ്റ് ആക്കിയല്ലോ. ആ ഡിലീറ്റ് ആക്കി വേറെ ഒന്നല്ല, അത് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കിട്ടിയതുകൊണ്ടാണ്, സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണ്. അതായത് ആര്യ കുട്ടി അവൾ ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് അവൾ എന്താ പറയുക, ഡ്രസ്സിടാതെ പലവട്ടം വരാറുണ്ട്. ഞാനൊക്കെ പരമാവധി ഷോട്ടൊക്കെ കട്ടാക്കലാണ്, പക്ഷേ അന്നത് കട്ടാക്കാൻ വേണ്ടി തോന്നിയില്ല. അന്നെന്തെയോ അങ്ങനെ ഇട്ടു. പിന്നെ ആ വീഡിയോ ആണ് പിന്നെ ഞാൻ ഇട്ടിരുന്നത് ഒരു ദിവസം. എന്തൊക്കെയാലും അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു മുളകുണ്ട്, മല്ലിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അരിയുണ്ട്. അതൊക്കെ ഒന്ന് പൊടിപ്പിക്കണം, അത് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഷീറ്റൊക്കെ ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഹാപ്പി മൈൻഡിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ രാവിലെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. 8:40 8:40 പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ പണി ഉണ്ടായതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആവുന്നത്. ഞാൻ ഏതാണ്ട് 7 മണി ആ റേഞ്ചിക്കൊക്കെ എണീറ്റിട്ട് പിന്നെ നമ്മുടെ ഫസ്റ്റപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് എത്തുമ്പോഴത്തേന് ഒരുപാട് സമയമാവുകയാണ്. അങ്ങനത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നോക്കണ്ട, നമുക്ക് ഈ 10 മണിക്കൊക്കെ ഇറങ്ങിയാലും മതി. ഈ നേരത്തെ പോയിട്ട് വലിയ ഓട്ടം ഇപ്പോൾ അവിടെ ഇല്ല. കുറേ ദിവസമായി ഞാൻ മര്യാദയ്ക്ക് ഓടിയിട്ട്, അത് ഇന്നും ഓടണം. പിന്നെന്തായാലും ഷെയറായിട്ട് ഓടണം എന്ന് കരുതണം. 3 അപ്പമുണ്ട്, അതിലേക്ക് ചട്നി. പിന്നെ ഞങ്ങൾ ചട്നി എന്ന് പറയും, ചട്നി തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറി. പിന്നെ കട്ടൻ ചായ ഉണ്ട്, അത് കൂട്ടി കുടിക്കുന്നു, കാക്കിയിടുന്നു, പോകുന്നു. രാവിലെ അമ്മ തിരുമ്പിയതാണ് ഷർട്ടൊന്നും അറിയാൻ പൈസ മാറ്റിയിരുന്നില്ല. പൈസയൊക്കെ ഒന്ന് നൈസായിട്ട് നനഞ്ഞു, പെട്ടെന്ന് തന്നെ ഉണങ്ങും അല്ലേ. മല്ലി, മുളക്, മഞ്ഞൾ നമ്മളുണ്ടാക്കിയതല്ലേ, നമ്മളതല്ലേ. ഇത്ര സാധനങ്ങൾ. ഇനി അരി ഉണ്ടല്ലേ, അരിയുടെ അരി ഇതല്ലേ. ഓക്കെ, ബസ്സിൽ റിവേഴ്സ് ഇട്ട് കൊടുക്കേണ്ടി വന്നു. അത് കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി, നമ്മൾ അങ്ങാടിയിലെത്തിക്കണ്ട, ഫസ്റ്റത്തെ പരിപാടി മില്ലിലേക്ക് പോവാന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തൊരു മില്ലുണ്ടായിരുന്നു, പക്ഷേ ആ മില്ല് ഇപ്പോൾ പ്രവർത്തിക്കണില്ല, അവർ നിർത്തിയത് തോന്നുന്നു. നമ്മൾ ആദ്യമൊക്കെ കൊണ്ടു കൊടുത്തിരുന്ന ഒരു മില്ലുണ്ട്, ആ മില്ലിലേക്കാണ് നമ്മൾ പോകുന്നത്. മഞ്ഞൾ, മുളക്, മല്ലി, എപ്പോ വരണം? കറണ്ട് കൊണ്ടല്ലേ, ഞാൻ ഉച്ചക്ക് ശേഷം വരാം. കറണ്ട് പോകണം, ഉച്ചക്ക് ശേഷം കിട്ടുള്ളൂ. ഉച്ചക്ക് ശേഷം കിട്ടിയാൽ മതി, നമുക്കൊന്ന് ഓടാൻ വേണ്ടിയിട്ട് പോവാം. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാ, 10:15. എത്ര ദിവസമായി അറിയാം നമ്മൾ മര്യാദക്കൊന്ന് ഓടിയിട്ട്. കുറച്ച് ദിവസമായി, ഒരു 4-5 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഓരോരോ തെറ്റിക്കെട്ടിലാണ്, ഓരോരോ കാര്യങ്ങളിൽ അങ്ങനെ കുടിയും കിടക്കായിരുന്നു. 2 ദിവസം നമുക്ക് ചീറ്റിയട്ടലിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ പോയി. അതിന്റെ മുമ്പത്തെ ദിവസം വേറെ എന്തൊക്കെ തെറ്റിക്കെട്ടുണ്ട്. അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് തന്നെ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ 10:15. ഇന്നത്തെ ദിവസം എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നേരം വൈകാണ്ട് തന്നെ 10:15. ഞാൻ അനാവശ്യമായിട്ട് കുറെ ഷൂട്ട് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ, അങ്ങനത്തെ ഒരു വീഡിയോ ആണത്. അതിലാണ്ട് പോകുമ്പോ സ്റ്റാൻഡിൽ വണ്ടി കുറവായിരുന്നു, ഇപ്പോഴും കുറവ് തന്നെയല്ലേ. 2, 4, 5 വണ്ടിയുള്ളൂ. ആ ബൈക്കാർ പോലെ ഫസ്റ്റ് ക്യാപ്പിക്ക് എത്തിക്കണം കേട്ടോ. 10:28, 10:30ക്ക് നമ്മൾ ഫസ്റ്റിലുണ്ട്. പണ്ട് ഒരു ഏമങ്ങാട് ഭാഗത്തേക്ക് പോകുന്നൊരു ബസ്സാണ് ആ ഇറങ്ങുന്നത് സ്റ്റാൻഡിൽ നിന്നും. എനിക്ക് കൊണ്ടുപോകാനുള്ള ആരിലൊക്കെ ആ സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാറുണ്ട്. നമ്മൾക്ക് കൈനീട്ടം കിട്ടിയിരിക്കുകയാണ്. കൈനീട്ടം 40 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 2 കിലോമീറ്ററിന് അടുത്തേക്ക് വരുന്ന ട്രിപ്പ് ആയിരുന്നു. 40 രൂപ കൊള്ളാം. 40 രൂപ. ഞാൻ 30 ആവരുതേ എന്ന് കരുതിയിരുന്നു. ഫസ്റ്റ് തന്നെ 30 കിട്ടിയ പിന്നെ അന്നത്തെ ദിവസം 30 കൊണ്ട് തിരിക്കുക. 40 അറിയുമ്പോ പിന്നെ 30-ന് മേലെ 10 കിട്ടിയല്ലോ. നോക്കാം, നമുക്ക് കിട്ടും. നമ്മളൊന്ന് എന്താ പറയാ, ആഞ്ഞു പിടിച്ചാൽ മതി. മൊബൈൽ മക്കളിയൊക്കെ ഒന്ന് കുറച്ചാൽ മതി. സമയം 11:20. രണ്ടാമത്തെ ട്രിപ്പ് ഒരു 80 രൂപയുടെ ട്രിപ്പ്. പിന്നെ എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാനത് ഉച്ചയാകുമ്പോൾ പറയാം. ഉച്ച വരെ എത്ര രൂപയ്ക്ക് ഓടി, ഉച്ചയ്ക്ക് ശേഷം എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത്. ടൈം 12:35. 12:35 നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രിപ്പ് ഇട്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നില്ല,
ഇവിടുന്ന് അതായത് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ഉള്ള ഒരു വീട്ടിലേക്കായിരുന്നു എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഒരു അങ്ങോട്ടേക്ക് പോകാൻ. അവിടെ പോയി അവരെ ഇറങ്ങി അവിടെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അവരുടെ ഉമ്മാക്ക് സുഖമില്ലാത്തത് കൊണ്ട് മുട്ടുംകാലിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഉമ്മാനെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാനും താത്തയും കൂടെ കൂടിയിട്ട് ഉമ്മാനെ വണ്ടിയിലേക്ക് കയറ്റി. ഉമ്മാക്ക് തീരെ വയ്യാറ് നടക്കാൻ തീരെ വയ്യ. ഈ മുട്ടിൻ്റെ പ്രശ്നം കൊണ്ട് വേദനയാണ്. എന്തൊക്കെയായാലും ഒരു വിധത്തിൽ ഞങ്ങൾ കുറച്ച് ദൂരം ഉണ്ട് വണ്ടിയിലേക്ക് കൊണ്ടുവരാനേ. വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞാൻ റിട്ടേൺ പോവുകയാണ്. നമ്മൾക്ക് അറിയുന്ന ആളുകളൊന്നും അല്ല കേട്ടോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രിപ്പാണ്, എനിക്ക് ട്രിപ്പ് കിട്ടിയതാണ്, അല്ലാതെ അറിയണമായിട്ട് ആരും ബന്ധമല്ല. അവരെ അതുവരെ ഇതിന്റെ മുമ്പ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം കറക്റ്റ് 1 മണി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ 3 അപ്പം കഴിച്ചു, പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ 1-2 ലോക്കലുകളും ഒരു കാര്യപ്പെട്ട 70 റുപ്യ ആ റേഞ്ചുള്ള ട്രിപ്പുകളൊക്കെ നമ്മൾ പോയി. എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത് ഞാൻ തന്നെ നോക്കണം, ഞാൻ നോക്കിയിട്ടില്ല. അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ വീണ്ടും ഒരു ലോക്കൽ 40 രൂപയുടെ, അത് 2 കിലോമീറ്റർ ദൂരത്തേക്ക് തിരിച്ചു പോരുക പറയുമ്പോൾ ആ വൈകുന്നേരം തന്നെ കിട്ടിയതാണ് എനിക്ക്. എന്തൊക്കെയായാലും നമ്മളുടെ ഈ ഒരു കേരളത്തിൽ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് കൊണ്ട് ഒരുപാട് കളിയാക്കലിന് പരിഹാസത്തിനൊക്കെ ഇരയായിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരൊക്കെ. ഞാൻ വരെ കളിയാക്കിയിട്ടുണ്ട്. അതൊരു രസമായിട്ട് നമ്മൾ ചെയ്യുന്ന, നമ്മളെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ എവിടെയുള്ള മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിച്ചാണ്ട്. എന്തൊക്കെയായാലും നമ്മളുടെ പുതിയ മുഖ്യമന്ത്രിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. അതുപോലെ തന്നെ ഇനി പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടികൾ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ അധികം വൈകിപ്പിക്കാതെ തന്നെ വളരെ ഭംഗിയായിട്ട് വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്താവും എന്നുള്ളത് കണ്ടറിയാം നമുക്ക്. എന്തായാലും നല്ല ഭരണം കാഴ്ചവെക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാവണില്ല കേട്ടാ. എന്തോ മിറാക്കിൾ സംഭവിക്കേണ്ടെന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മോട് പറയലുണ്ട്, നമുക്കൊരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടണം. അതിനെ ഞങ്ങൾ പറയുന്നത് കൂട്ടിക്കുളത്ത എന്നുള്ളതാണ്. അത്തരത്തിൽ ഞാനൊരു 70 രൂപയുടെ ട്രിപ്പാണ് ഫസ്റ്റ് സ്റ്റാൻഡിൽ നിന്ന് പോയത്. ആ ഒരു 70 രൂപയുടെ ട്രിപ്പ് പോയിട്ട് പിന്നെ മടങ്ങി പോരുമ്പോൾ ഒരു 10 റുപ്യ കിട്ടി. സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 30 രൂപയുടെ ലോക്കൽ കിട്ടി. ആ 30 രൂപയുടെ ലോക്കൽ ഇറക്കി വിട്ട് പോരുമ്പോൾ വീണ്ടും ഒരു 40 രൂപയുടെ ട്രിപ്പ് കിട്ടി. ആ ഒരു 40 രൂപയുടെ ട്രിപ്പ് ഇറക്കിയിട്ട് റിട്ടേൺ പോരുമ്പോൾ വീണ്ടും ഒരു 40 രൂപയുടെ ട്രിപ്പ് കിട്ടി. ആ 40 രൂപയുടെ ട്രിപ്പ് ഇറക്കി പോരുമ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് 60 രൂപയുടെ ട്രിപ്പ്. അങ്ങനെ ഒരൊറ്റ ട്രിപ്പ് പോയമ്മ കൂട്ടിക്കുളത്തി കിട്ടിയതാണത്. ഏതാണ്ടൊക്കെ പാട് കൂട്ടുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു 200 സംതിങ് രൂപ അല്ലെങ്കിൽ 200 രൂപ എന്തായാലും ആയിട്ടുണ്ടാവും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു ഇതിൽ പറഞ്ഞതാണ്, അത് കമ്മട്ടത്ത് പറയുകയാണ്. ഞാൻ പറയാറുണ്ട്, ഇത്തരത്തിൽ നമ്മൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ള ട്രിപ്പ്. നമ്മൾക്ക് കൂടുതലായിട്ട് ഇന്ധന ചെലവില്ല, സമയ ചെലവില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു വഴിക്ക് പോയിട്ട് അവിടെ നിന്ന് തന്നെ മറ്റൊരു വഴിയിലേക്ക് കിട്ടുന്ന ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് കൂടുതൽ ലാഭകരമായിട്ടുള്ള ട്രിപ്പാണ്. അതായത് നമുക്കൊരു ലോക്കൽ കിട്ടുകയാണെങ്കിൽ പോലും ചിലപ്പോൾ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്കോ നമുക്ക് ലോക്കൽ കിട്ടുന്നത്. എന്തായാലും ഇപ്പൊ സമയം എന്ന് പറയുന്നത് 1:30 ആയിട്ടുണ്ട്. ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ്. വേറെ ട്രിപ്പൊന്നും കൂട്ടിക്കുളത്തിയിട്ടില്ലെങ്കിൽ, വീടെത്തുന്നത് വരെ കൂട്ടിക്കുളത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിൽ കയറുകയാണ്. വീട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഓടാൻ പാടില്ല. ചോർന്നോ? ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയാന്ന് പറയുമ്പോൾ നമ്മൾ 10 മണിക്കാണ് ഓടാൻ വേണ്ടിയിട്ട് എത്തിയത്. അങ്ങനെയെങ്കിൽ ഇത് നമ്മളിപ്പോൾ പോയിട്ട് ഓടിയതാണ്. അതായത് 1 2 3 4 5 540 റുപ്യ. ഈ 540 റുപ്യക്ക് ഓടാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്തരത്തിൽ കൂട്ടിക്കൊത്തി ട്രിപ്പ് കിട്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, ഭക്ഷണം വരാം കേട്ടോ. ചോറിനാണ്. അപ്പോൾ മുരിങ്ങാക്കറിയുണ്ട്, മത്തിക്കറിയുണ്ട്. മത്തി കുറച്ച് വലിയ മത്തിയാണ്. പിന്നെ പപ്പടമുണ്ട്. ആര് ചോറുന്നില്ല. നാടൻ മുട്ട ഉണ്ട് കേട്ടോ അവിടെ. മത്തിയല്ലേ? അയിലേ? ഇത്രയും ചെറുതാണ്ടപ്പോൾ മത്തി വലിയ മത്തിയാണ് ഇത്. അയിലാണ് പോലെ. അയിലൊക്കെ നോക്കിയില്ല, ഡോക്ടർ നോക്കിയില്ല. 2:20. കുറച്ച് ദിവസം മര്യാദയ്ക്ക് ഓടാത്തതുകൊണ്ട് ഇപ്പം ഒന്ന് റെസ്റ്റ് എടുക്കൊന്നും വേണ്ട. ഈ മരത്തിൻ്റെ ചോട്ടിൽ കിട്ടുമ്പോൾ ഇപ്പോൾ കാക്ക കഷ്ടിക്കണ്ടേ, ഇനിയിപ്പോൾ അത് കഴിക്കണം. എന്താ ഇത് കറക്റ്റ് സെൻറ്ററിൽ
വാവ്, വണ്ടി നല്ലോണം കുറവ്. 3 വണ്ടി ലൈനിലുള്ളൂ. 4ാമത്തെ വണ്ടിയായിട്ടാണ് ഞാൻ നിർത്തുന്നത്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ തുള്ളി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ ലൈറ്റ് ആയിട്ടുള്ള തുള്ളികളാണ്. എന്താ പറയാ, മഴ പെയ്യുവാണെങ്കിൽ അടിപൊളിയാവും, ഉഷാറാവും. പെയ്തു കേട്ടോ, പെയ്തു മക്കളെ, പെയ്തു. നമ്മളുടെ വണ്ടൂരിൽ വീണ്ടും വീണ്ടും മഴയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ട് ആകെ അരമണിക്കൂറും കൂടി ആയില്ല, അപ്പേക്ക് പെയ്തു. അത് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെയ്ത്ത് എന്ന് പറയുന്നത് നല്ല പെയ്ത്ത് തന്നെയാണ്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു മീഡിയം ലെവലിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റില്ല, ഇടിയില്ല. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ പെരിന്തൽമണ്ണയില് 4 പയ്യന്മാര്, 4 പയ്യന്മാരല്ല, അവർ 7 പേരാണ് ഒരു വ്യൂ പോയിന്റ്, അതായത് കുരങ്ങൻചോല വ്യൂ പോയിന്റോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, കാണാൻ വേണ്ടി പോയിട്ട് ഇടിമിന്നലേറ്റ് 4 പേര് മരണപ്പെട്ടത്. അപ്പോ നമുക്ക് ഈ കാറ്റായാലും ഇടിയായാലൊക്കെ ഇടിമിന്നലൊക്കെ ആയാലൊക്കെ നമുക്ക് സത്യം പറഞ്ഞാല് അപകടമാണ്, പേടിയാണ്. കാരണം അത് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത് കേൾക്കാൻ പോകുന്ന വാർത്തരത്തിലാണ്. അതിന് മുമ്പ് ഒരു ദിവസം ഇതേപോലെ വേനൽ മഴ പെയ്തെന്നാണ് നമ്മുടെ തൊട്ടടുത്ത ഇടവണ്ണയിൽ ഇതേപോലെ ഒരാൾക്ക് ഇടിമിന്നലേൽക്കുന്നത്. അതുപോലെ തന്നെ കാറ്റടിച്ചു കഴിഞ്ഞാൽ മരം പൊട്ടി വീണിട്ടും അല്ലെങ്കിൽ ചുമരിടിഞ്ഞു വീണിട്ടും പലതരത്തിലും അപകടങ്ങൾ നമുക്ക് മഴക്കാലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഈ ഒറ്റപ്പെട്ട മഴയാകുമ്പോൾ ഇപ്പോഴത്തെ ഇടി നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കോട തേടിയാണ്ട് മഴ പെയ്യുമ്പോൾ മലമുകളിലേക്കൊന്നും പോകാൻ വേണ്ടി പാടില്ല. മഴ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇടിമിന്നൽ പെട്ടെന്ന് തട്ടാൻ സാധ്യതയുണ്ട്. മഴ പോയി. ഇത് പിന്നെ ഞങ്ങൾക്കൊരു പണിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കർട്ടന് മടക്കലും പിടിക്കലും ആയിട്ടുള്ള പണി. ഇതൊന്നും ഇടണം, മഴ തോർന്ന മടക്കി വെക്കണം. ഞാൻ പിന്നെ ആ സൈഡ് ഇട്ടിട്ട് മാറുന്നില്ല. ഈ സൈഡ് പിന്നെ ഞങ്ങൾക്ക് ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ല. മഴ ഒറ്റയ്ക്ക് തീർന്നതാ, കുറച്ചു നേരം പെയ്തുള്ളൂ. അത് ഒരു 10-20 മിനിറ്റ് മാത്രം. ഉച്ചയ്ക്ക് മുമ്പുണ്ടായതുപോലെ ഇപ്പോഴും ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടായി. അതായത് നമ്മൾ പോയത് ഒരു 70 രൂപയുടെ ട്രിപ്പ്. ആ 70 രൂപ ട്രിപ്പിൽ 4 പേരെ മടക്കം കിട്ടി. അവിടുന്ന് 2 പേരെ 30 രൂപ പോയിന്റ് കൊണ്ടാക്കി. അത് അപ്പൊ 50ആയി. അവിടുന്ന് വേറെ ടീമിനെ 40 രൂപ പോയിന്റ് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ ടൗണിലേക്ക് എത്തുന്നത്. സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. വണ്ടി വിടാൻ ഗ്യാപ്പ് ഉണ്ടല്ലേ? ഒരു 14ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിരിക്കണം. ബാക്കിയൊക്കെ വരുന്നത് കാണാം. ഇന്നീ പറഞ്ഞതുപോലെ മെയ് 14-ാം തീയതിയാണ് അതിരടി, അതുപോലെ തന്നെ കറുപ്പ്, ഈ 2 പടങ്ങളും റിലീസ് വെച്ചാണ്. പക്ഷെ കറുപ്പിന് എന്തോ പറ്റി വെച്ചാല് കറുപ്പിന്റെ കിട്ടിയില്ല. എന്തോ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. അത് അങ്ങനെയാണല്ലോ അതിന്റെ ഇത്. കിട്ടിയില്ല അറിയുമ്പോഴേക്ക് അങ്ങനെയാണ്. ഇവർക്ക് എന്താ പറയാ, സ്ക്രീനിലിട്ട് ഓടിക്കണമെങ്കിലേ എന്തൊരു എന്ത് പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും അത് കറുപ്പ് ഈ നേരം വരെ റിലീസില്ല. എല്ലാ തിയേറ്ററുകളിലും ഇതേ അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം റിലീസ് ഉണ്ടാവും. ആ പടം തിയേറ്ററുകളിൽ ഓടുന്നുണ്ടാവും. പക്ഷെ ഇന്ന് അതിന്റെ ബാലാജിന്റെ വീഡിയോ ഉണ്ട്, RJ ബാലാജിയുടെ. ആള് വളരെ വിഷമത്തിൽ കണ്ണിന്നൊക്കെ വെള്ളം ചാടിച്ചുകൊണ്ട് നമ്മളൊന്ന് സങ്കടപ്പെടുത്തി. എന്തായാലും ആ പടം വന്നിട്ടൊന്ന് കാണണം. ഞാൻ ഇന്ന് അതിരടിക്ക് വിട്ടാലൊന്ന് കരുതിയിരുന്നു, പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച്. എന്താ വെച്ചാല് കുറെ ദിവസമായി ഓടിയിട്ട് മര്യാദയ്ക്ക്. അതുകൊണ്ട് എന്തായാലും കറുപ്പ് വന്നാൽ നമ്മൾ പോകും. കറുപ്പിന് എന്തായാലും നമ്മൾ പോകും. അല്ല പിന്നെ കുറച്ചു നേരമായിട്ട് ലൈനിൽ തന്നെയാണ്. വേറെ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓടിയിട്ടുള്ളതാണത്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തിരക്കിടില്ലാത്ത ഓട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ആളുകൾ ഇങ്ങനെ നടമാട്ടമൊക്കെ ഉണ്ട്. ഇതിലേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. നമ്മൾക്ക് ഇന്ന് വലിയൊരു ട്രിപ്പ് തന്നെ കിട്ടിയിട്ടില്ല അല്ലേ? എന്നാ പിന്നെ ഇപ്പോഴാണ് നമ്മൾക്കൊരു 130 രൂപയുടെ, അതായത് ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്രിപ്പ് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും ഇന്ന് നമുക്ക് വലിയ ട്രിപ്പുകൾ കിട്ടിയിട്ടില്ലെങ്കിലും കൂട്ടിക്കൊളത്തി ആ ചെയിൻ റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ എഫക്റ്റ് നല്ല രീതിയിൽ ഇന്നത്തെ ഓട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓട്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാലും ഒരു 130 രൂപയുടെ ട്രിപ്പ് വന്ന് പോവാണ്. 6 കിലോമീറ്റർ ദൂരത്തേക്കാണ് നമ്മൾ 130 മേടിക്കുക. ഇത് വെള്ളാമ്പ്രം എന്ന് പറയുന്ന സ്ഥലമാണ്. VD സതീശൻ മുഖ്യമന്ത്രി. ഞാനേ വണ്ടി ലൈനിക്ക് എത്താൻ, ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. മറ്റവിടെ നിന്ന് പിന്നെ ലൈനിക്ക് എത്താൻ ഞാൻ പാടുപെടും. VD സതീശൻ മുഖ്യമന്ത്രിയുടെ ആഹ്ലാദം.
പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പടക്കാണാ പൊട്ടുന്ന നിറയായി അമ്മ പൊട്ടല്ല. കണ്ണുണ്ടെങ്കിൽ കണ്ടോളി അറിയില്ലേ കഴിഞ്ഞു. ഓ റോഡൊക്കെ ബ്ലോക്കൊക്കെ ഇപ്പം വരും. ഫുള്ളായിട്ട് ബ്ലോക്ക് കഴിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഓട്ടം ഞങ്ങൾ നിർത്തി വെച്ചു. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കമ്പിമ തൂങ്ങിക്കുകയാണ്. മുന്നത്തെ വണ്ടിയിൽ ഏത് വണ്ടിയിലും ആരും ഇരിക്കില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈനിലേക്ക് എത്തണമെങ്കിൽ നല്ല ടാസ്ക്. അത് ഏതാണ്ട് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഒരു 700 മീറ്ററിന് അടുത്തേക്കൊക്കെ ഈ ബ്ലോക്ക് ഉണ്ടാവും. നാലുകൂടി ജംഗ്ഷൻ ടൈറ്റാണ്, എല്ലാ ഭാഗവും ടൈറ്റാണ്. ഇനി ഓട്ടല്ല, ഇങ്ങനെ കാഴ്ച കാണാം വണ്ടികൾ പോകണമൊക്കെ. നല്ല സമയം 7:10. 160 രൂപയോളമാണ് വരുന്നത് വാടക. ഏമങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഏമങ്ങാട് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഫോറസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുറെ മുമ്പ് നമ്മൾ ക്യാമ്പ് ചെയ്തിരുന്നത് ഒരു കഴുകുന്തോട്ടത്തിലൊക്കെ. ഇത് ഈ പറഞ്ഞ മാതിരി 7000 കിലോമീറ്റർ കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. എന്താ പറയാ, ഇവർക്കൊരു ടൗണിലേക്ക് വരിക. അവരുടെ ടൗൺ എന്ന് പറഞ്ഞാൽ വണ്ടൂർ ടൗൺ തന്നെയാണ് പ്രധാനപ്പെട്ട ടൗൺ, വണ്ടൂർ ടൗൺ. അതിൻ്റെ ഇടയിൽ വരുന്നതാണ് വാണിയമ്പലം ടൗൺ. എന്തൊക്കെയായാലും ഇവർക്കൊരു അത്യാവശ്യത്തിനൊക്കെ വരുവാണ്. ഇവർ ടൗണിലേക്ക് ഇറങ്ങുവാണെങ്കിൽ വണ്ടൂർക്ക് ഇറങ്ങണം. അത് 7 കിലോമീറ്ററോളം പോരണം. പിന്നെ ഇവിടേക്ക് ബസ് സൗകര്യം ഉണ്ട്, ബസ്സുണ്ട്. ബസ് ഫുൾ ടൈം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും ബസ്സുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഓട്ടോ ഡ്രൈവർമാരുണ്ടാവും. അവരെ ഫോൺ ട്രിപ്പിലൊക്കെ കിട്ടുന്നുണ്ടാവും, ഫോൺ വിളിച്ചാലൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ പരിപാടി. ആരൊക്കെ ജയിച്ചാലും തോറ്റാലും ഭരിച്ചാലും മുടിച്ചാലും ഞങ്ങൾക്ക് ഈ വാണിയമ്പലത്തെ ഒരു മേൽപ്പാലം വരുമെന്നുള്ള കാര്യം ഒരു ഉറപ്പില്ലാത്തൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8:40 ഞാൻ നൈസായിട്ട് വണ്ടി തിരിക്കുകയാണ്. ലൈനിലായിരുന്നു. ഒരു ലോക്കലൂടെ കിട്ടും എന്ന് കരുതി ഒരു 7:50 ആ റേഞ്ചിലേക്ക് അങ്ങാണ്ട് കയറിയതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയണുള്ള. പക്ഷെ എങ്കിലും കിട്ടിയില്ല, ലോക്കൽ പോലും കിട്ടിയില്ല. ഞാനേ ഹെയർ കട്ടാണ്, മുടി വെട്ടണം. മുടി വെട്ടല് നിർബന്ധമാണ്. കാരണം മുടി ഒരുപാട് വലുതായി, എൻ്റെ ആ ഒരു കോലം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോയിട്ട് നമ്മുടെ സുഹൃത്തുണ്ട് അമീൻ്റെ ബാർബർ ഷോപ്പ് ഉണ്ട് നാട്ടിൽ. അവൻ തന്നെ ഉള്ള അവിടെ. അപ്പോൾ അവനെ കൊണ്ട് ആണ് ഞാൻ സാധാരണ വെട്ടിപ്പിക്കൽ. പന്തലയോ എവിടെ എടാ എന്ത് പന്തല ആയിക്കോട്ടെ. എന്താ അച്ഛമ്മ കിടക്കണേ? സീരിയൽ ഇപ്പൊ കാണാലോ. ആര്യാണതേ നാട്ടോ ഇന്ന് തന്നെ ഉള്ളൂ. അതൊക്കെ മതി. അതാണ് അറിയണല്ലേ. അങ്ങനെയെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയ സമയം മുടിയൊക്കെ വെട്ടിക്കണ്ട. ഇന്ന് കോലൊക്കെ മാറി 9:20 ഇന്ന് നമ്മൾ എത്ര രൂപയ്ക്ക് ഓടി? 540 രൂപയ്ക്ക് നമ്മൾ ഉച്ചക്ക് ഓടി എടുത്തു ഉച്ചവരെ. അപ്പോൾ നമ്മൾ 5 കൂട്ടാം. 5, 6, 7, 8, 9, 10, 11, 12, 1200 1370 രൂപയ്ക്ക് നമ്മളിന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മണിക്കാണ് പോയത്. 10 മണിക്ക് പോയിട്ട് 10 മണിക്കാണ് നമ്മൾ ഓട്ടം തുടങ്ങുന്നത്. 10:30 എന്തൊക്കെയാണ്. എന്തൊക്കെയായാലും നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചല്ല. ലക്ക് ഇന്ന് ഒരുപാട് കൂട്ടിക്കുളത്തലുകൾ കിട്ടിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ കിട്ടിയാൽ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.